ദേവാമൃതം. നമസ്കാരം. ദൈവചിന്തകളെ തൊട്ടുണർത്തി അവ നമ്മിലേക്ക് അടുപ്പിക്കുന്ന ദൈവാമൃതത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് വൃശ്ചിക മാസം 7-ാം തീയതി, അതായത് 2016 നവംബർ മാസം 22-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്, നക്ഷത്രം പൂരമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷപങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് തിരുവല്ലയിൽ നിന്നാണ്. ബഹുമാന്യനായ കുടമാളൂർ ശർമാജി സാറിന് ഞാൻ തിരുവല്ലയിൽ നിന്നും എഴുതുന്നതാണ്. എൻ്റെ ഇളയ മകൻ റോണി BTech കഴിഞ്ഞ് MBA ചെയ്തു. ഇപ്പോൾ ദുബായിൽ ഒരു ചെറിയ ജോലിയിലാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ജോലിയായത്. ഈ വർഷം ഡിസംബറിൽ ഒരു മാസത്തെ ലീവിന് നാട്ടിൽ വരുന്നുണ്ട്. അവൻ്റെ പ്രമോഷൻ വല്ലതും ഉടൻ നടക്കുമോ? വിവാഹം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, അത് നടക്കുമോ? എല്ലാം അറിയുവാൻ ആഗ്രഹിക്കുന്നു. 19/5/1989 ഡേറ്റ് ഓഫ് ബർത്ത്. ജന്മസമയവും നക്ഷത്രവും ഗ്രഹനിലയൊക്കെ കൊടുത്തിട്ടുണ്ട്. തുലാൻ രാശിയിൽപ്പെട്ട വിശാഖം നക്ഷത്രമാണ്. വിശാഖം മുക്കാൽ ഭാഗവും ചിത്തിര പകുതിയും ചോതി നക്ഷത്രവും ചേരുന്ന 2.25 നക്ഷത്രം അടങ്ങുന്നതാണ് തുലാൻ രാശി. ഈ രാശിക്കാർക്ക് ദുഃഖ ദുരിത വ്യയസ്ഥാനത്ത് ചാരവശാൽ വ്യാഴവും 7.5 ശനിയുടെ അവസാന കാലഘട്ടവും ആകയാൽ ശുഭകാര്യങ്ങൾക്കെല്ലാം അല്പം കൂടി കാലതാമസം വരും. പൊതുവെ ഈ രാശിക്കാർക്ക് 12ാമത്തെ വ്യാഴം വന്നതിനാൽ ഏത് കാര്യങ്ങളും അതിൻ്റെ പടിവാതുക്കൽ വരെ എത്തി ഉപേക്ഷിക്കപ്പെട്ട നിലയിലോ വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പലതും നമ്മൾ തീരുമാനിച്ച് ഉദ്യോഗം മുതലായതൊക്കെ കൃത്യത വരുത്തിയതിന് ശേഷം വിവാഹത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ മംഗളകർമ്മത്തിലും ശുഭകർമ്മത്തിലും ഭാഗ്യകരമായ സംഭവത്തിലും പെട്ടതൊക്കെ തന്നെയാണ് ഉദ്യോഗവും ട്രാൻസ്ഫറും പ്രമോഷനും കല്യാണവും സ്ഥിരതാമസവും എല്ലാം. അങ്ങനെ സ്ഥിരത എല്ലാത്തിലും ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥിരമായ മംഗളകാര്യങ്ങൾ ആലോചിക്കാനും ഉറപ്പിക്കാനും നടത്താനും ഒക്കെ പറ്റത്തുള്ളൂ. അതിന് ശേഷമാണ് നമുക്ക് ഈ ജാതകത്തിൽ ദോഷമുണ്ടോ അല്ലെ സമയമായോ എന്നുള്ളതിനെപ്പറ്റി കൂടുതലായിട്ടും ചിന്തിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ 12 വ്യാഴം നിൽക്കുന്ന കാലമാണ്. 2017 ആഗസ്റ്റ് മുതൽ 2018 ആഗസ്റ്റ് വരെ ലഗ്നവ്യാഴവും 2018 സെപ്റ്റംബർ മുതൽ 2019 ആഗസ്റ്റ് വരെ ധനസ്ഥാനത്തേക്ക് വ്യാഴവും വരുന്ന കാലം. അതായത് ചുരുക്കത്തിൽ ഈ രാശിക്കാർക്ക് 2018 ആഗസ്റ്റ് മാസം മുതൽ 2019 ആഗസ്റ്റിന് ഉള്ളിലായി ഔദ്യോഗിക സംബന്ധമായ പ്രമോഷനും വിവാഹാദി മംഗളകർമ്മസിദ്ധിയും നടക്കും. 30 വയസ്സയാൾക്കെന്ന ഹോസൽ പദവിയുമാർന്നിടും നിശ്ചയം. 30ാമത്തെ വയസ്സ് 29 വയസ്സ് കഴിഞ്ഞ് 30 എടുക്കുന്നതിന് മുമ്പ് സൽപദവി, അതായത് ഉയർന്ന പദവിയും, അതായത് പ്രമോഷൻ എന്നർത്ഥം. കൽപ്പഴും ജോലി കിട്ടാനിട വരികയോ സർവമംഗളം കാരണവസ്ഥാനത്ത് വാഴുകയോ, ഒരു കുടുംബത്തിൻ്റെ കാരണവസ്ഥാനത്തേക്കുള്ള അധികാരം, അതിൻ്റെ താക്കോൽ, അതായത് അധികാര സ്ഥാനത്തേക്ക് വരിക, പ്രമോഷൻ ഉണ്ടാകുക, ഒരു കുടുംബം പണിയുക അല്ലെ പുതുക്കുക, കുടുംബത്തിൻ്റെ അധികാരിയായി തീരുക, വിവാഹം നടക്കുക. ഇതിന് ജ്യോതിഷപരമായിട്ട് സമയമായിട്ടില്ല, അല്ലെങ്കിൽ തടസ്സങ്ങൾ കാണുന്നു എന്നൊക്കെയാണ് അത് പറയാനുള്ളത്. ഈ രാശിക്കാർ പൊതുവേ ഉദ്യോഗ സംബന്ധമായിട്ടിപ്പം ട്രാൻസ്ഫറിനൊക്കെ ശ്രമിക്കുന്നത് വളരെ പരിതാപകരമാണ്. കാരണം ഇഷ്ടമല്ലാത്ത സ്ഥലത്തേക്കൊക്കെ ചിലപ്പോൾ ട്രാൻസ്ഫർ കിട്ടും. ചെന്ന് എത്തുന്ന സ്ഥലത്ത് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ 7.5 ശനിയുടെ അന്ത്യകാലഘട്ടവും കൂടിയാണ് അടുത്ത ഒരു വർഷം. അതിൽ പ്രത്യേകിച്ച് ജനുവരി 26 വരെ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗം, സാമ്പത്തികം, മംഗളകർമ്മം എന്നിവ ഒരു 7.5 വർഷത്തെ 7.5 ശനി തീരാൻ പോകുന്നതായതുകൊണ്ട് ആ തീരുന്നതിനകം എന്തെങ്കിലും ഒരു കഷ്ടനഷ്ടങ്ങളൊക്കെ വരുത്തി ഒരബദ്ധമോ അമളിയൊക്കെ സംഭവിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ഫിക്സേഷനൊക്കെ തെറ്റിച്ച് ഒന്ന് മനപ്രയാസപ്പെടുത്തിയിട്ട് ആ ശനി ഗോ ബാക്ക് വരുത്തുള്ളൂ. കാരണം ആ ശനി എന്തെങ്കിലുമൊക്കെ ചെയ്തേച്ച് വേണം പോകാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മുന്നോടിയായിട്ട് ഈ ഒരു ദശാകാലം അല്ലെങ്കിൽ ഒരു 7.5 ശനി അവസാനിക്കുമ്പോൾ, അല്ലെ ഒരു 7.5 ശനി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജന്മശനി പ്രവേശിക്കുമ്പോൾ ഒക്കെ ഒരു മംഗള കാര്യങ്ങൾക്കെടുത്ത് ചാടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു ദിന ആരംഭത്തിൽ അല്ലെ ഒരു സന്ധ്യാസമയം ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ ഒഴിവാക്കുന്നത് പോലെ ഒരു സ്റ്റാർട്ടിംഗ് ദശാകാലം
അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് ദശാകാലം ചാരവശാൽ വ്യാഴം കൈയൊഴിഞ്ഞ് നിൽക്കുന്ന 12-ൽ 8-ാം രാശിയിൽ 6-ാം രാശിയിൽ 3-ാം രാശിയിൽ ഒക്കെ നിന്ന് കഴിഞ്ഞെന്നാൽ നമുക്ക് അവിടെ വീണ്ടും വീണ്ടും പുനഃപരിശോധിക്കേണ്ടതായിട്ട് വരും. എടുക്കുന്ന തീരുമാനങ്ങൾ, നടത്തുന്ന കർമ്മങ്ങൾ, ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, വിവാഹ നിശ്ചയങ്ങൾ, വിവാഹങ്ങൾ, ഉദ്യോഗ പ്രവേശനം, പ്രമോഷൻ, ട്രാൻസ്ഫർ ഇത്യാദി കാര്യങ്ങളിലും വില വെക്കുക, വസ്തു വാങ്ങുക, അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകൾ, ഇതിനെല്ലാം ഈ സമയസന്ധി ഒന്ന് നോക്കുന്നതും നന്നായിരിക്കും. 2018 ആഗസ്റ്റ് മുതൽ 19 ആഗസ്റ്റിനകത്താണ് ഉദ്യോഗം, പ്രമോഷൻ, വിവാഹം, മംഗളകർമ്മസിദ്ധി, വാഹനം, അതുപോലെ തന്നെ അധികാരികളുടെ പ്രീതി, അതുപോലെ തന്നെ കരപ്രമാണിത്വം, ബന്ധുജന സമാഗമം, ധനാഭിവൃദ്ധി, ഈശ്വരാനുഗ്രഹം എന്നിവയെല്ലാം ഉണ്ടാവുന്നത്. അതുവരെ വ്യാജപ്രീതി വരുത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ കഴിവതും ജലഗന്ധപുഷ്പധൂപദീപത്തോടു കൂടി സ്വസ്തികം പത്മമിട്ട് പേരും നക്ഷത്രവും ചേർത്ത് ഈ പറഞ്ഞ ഏതെങ്കിലും തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണതോസ്മ്യഹം. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണതോസ്മ്യഹം. അതായത് ചിത്തിര ഒരു പകുതി നാഴിക, ചോതി നക്ഷത്രം വിശാഖം 3/4 നാഴിക അടങ്ങുന്നവർക്ക് വ്യാജപ്രീതിയും, അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിലോ ശാസ്ത്രക്ഷേത്രത്തിലോ യഥാശക്തി നെയ്വിളക്ക്, കൂവളമാല മുതലായ വഴിപാടുകൾ ചെയ്തു തീർക്കണം. കാരണം ജാനുവരി 26 മുതൽ ശനി കുറച്ച് മാസങ്ങളിലേക്ക് മാറി നിന്നിട്ടത് വീണ്ടും തിരിച്ച് വക്രമായിട്ട് വരുന്നുണ്ട്. അത് പിന്നാലെയുള്ള എപ്പിസോഡുകളിലൊക്കെ പറയാം. ഏതായിരുന്നാലും ശനിപ്രീതിയും വ്യാജപ്രീതിയും കൂടി ഒരുമിച്ച് ചെയ്യണം. രാജിവെക്കുന്നവർ, ഉദ്യോഗം രാജിവെക്കുന്നവർ ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. അവർക്ക് പിന്നാലെ കിട്ടുന്ന അരിയേഴ്സ് കാര്യങ്ങൾക്കെല്ലാം ചോദ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കിട്ടുന്ന കോടതി ആനുകൂല്യങ്ങൾ വീണ്ടും അതിന് സ്റ്റേ ഒക്കെ പോകാനും അല്ലെങ്കിൽ അപ്പീൽ പോകാനും ഒക്കെയുള്ള സാധ്യതകളുള്ളത് കൊണ്ട് ഇവിടെ ഒരു കോംപ്രമൈസ് രംഗത്തോടു കൂടിയ വിജയങ്ങളായിരിക്കും എപ്പോഴും നല്ലത്. വ്യാഴപ്രീതി വരുത്തുക, ശനിപ്രീതി വരുത്തുക. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡസംഭൂതം തന്നമാമി ശനീശ്വരം. ശനിയാഴ്ച ദിവസം കഴിവതും സസ്യാഹാരാദികളൊക്കെ കഴിച്ച് ഒരു നേരം ഒഴിവാക്കി, ആഹാരം ഒഴിവാക്കി ഏതെങ്കിലും സാധുക്കൾക്ക് ഒരു നേരത്തെ ആഹാരം മഷ്ടാനമായിട്ട് കൊടുക്കുകയും നീലാഞ്ജന സമാനാഭം തുടങ്ങുന്ന മന്ത്രങ്ങളാൽ, സ്തോത്രങ്ങളാൽ ശനിപൂജാദികൾ, ശനിയന്ത്രങ്ങൾ ഒക്കെ ധരിക്കുകയൊക്കെ ചെയ്ത് 2018 ആഗസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇദ്ദേഹത്തിനും അതുതന്നെയാണ് നല്ലത്. പ്രമോഷനും വിവാഹവും ഗൃഹനിർമ്മാണവും സ്വത്തുക്കളും ഈ പറഞ്ഞ 2018 ആഗസ്റ്റ് മുതൽ 19 ആഗസ്റ്റിനകത്ത് കണിശമായിട്ടും വന്നുചേരുന്നതാണ്. ജ്യോതിഷപംക്തിയിൽ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം